ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ടെക്നോ ത്രില്ലർ മൂവിയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദമ്പതികൾ. പക്ഷേ പെട്ടെന്നൊരു ദിവസം അത് ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ അത് എങ്ങനെ ബാധിക്കും? അതിന്റെ കൂടെ അവർക്കിടയിലേക്ക് ഒരു ഗെയിം കൂടി കടന്നു വരികയാണ്. നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നതൊന്നും തന്നെയല്ല ഇതുപോലുള്ള കപ്പിൾസിന്റെ യഥാർത്ഥ ലൈഫ് എന്നും അവർക്കെല്ലാം മറ്റൊരു ഫേസ് കൂടി ഉണ്ടെന്നും ഈ ഒരു മൂവിയിലൂടെ നമ്മളെ തുറന്നു കാട്ടുന്നു. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മീര എന്നും അർജുൻ എന്നും പറയുന്ന ഒരു കപ്പിളിനെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കൂടി ചേർത്തിട്ട് അർജുൻ മീര എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. രണ്ടുപേരും ജോലിയൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് യൂട്യൂബ് വരുമാനത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രാങ്ക് വീഡിയോസും ഫാമിലി വ്ലോഗ്സും ഡാൻസ് വീഡിയോസും ഒക്കെയായിരുന്നു ഇവർ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കൂടാതെ പ്രൊമോഷനിലൂടെ കിട്ടുന്ന വരുമാനവും സീറോയിൽ നിന്ന് തുടങ്ങി 1000 10,000 പിന്നീട് 100K-യും 1 മില്യണും 2 മില്യണും കഴിഞ്ഞു നിൽക്കുന്നു ഇപ്പൊ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റ്. വിവാഹം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നതിന് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ പാസ്റ്റിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണെന്ന് അവർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു. പലരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ പാസ്റ്റ് പ്രസന്റിലേക്ക് കടന്നു വരുമ്പോഴാണ്. തങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു രഹസ്യവുമില്ല. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഓരോ തവണയും പ്രതീക്ഷയോടെ നോക്കിയിരിക്കും, എന്നാൽ എല്ലാം തന്നെ ഫെയിലായിരുന്നു. എന്നാലും ഇവര് ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മീര പാട്ടൊക്കെ പാടി അവന്റെ കൂടെ ഡാൻസ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്യുന്നുണ്ട്. അവള് വീഡിയോസിൽ ഒരുപാട് ഡീപ് നെക്ക് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതോ അല്ലെങ്കിൽ ഒരുപാട് ശരീരം പ്രദർശിപ്പിക്കുന്നതോ ഒന്നും തന്നെ അർജുൻ ഇഷ്ടമായിരുന്നില്ല. അതവൻ അവളോട് തുറന്ന് പറയുകയും ചെയ്യും. അത് കേട്ടിട്ട് അവന്റെ ആ ഒരു ഡിസിഷനെ മാനിച്ച് അവൾ അങ്ങനത്തെ വീഡിയോസ് മാക്സിമം ഒഴിവാക്കാറുണ്ട്. ഇവരെ പോലെ തന്നെ യൂട്യൂബ് വരുമാനത്തോടു കൂടി ജീവിക്കുന്ന വേറെയും കുറച്ച് കപ്പിൾസ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഇവരെല്ലാവരും കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവാണെന്നും അത് കൂട്ടിക്കൊണ്ടുവരണം, വരുമാനം കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ ഇവർ പരസ്പരം സംസാരിക്കുന്നു. ഈ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് അർജുനും മീരയും ലോണൊക്കെ എടുത്ത് വലിയ വീടൊക്കെ വെച്ചത്. അതിന്റെ കാശൊക്കെ അടിച്ചു തീർക്കണമെങ്കിൽ നല്ല രീതിയിൽ ക്യാഷ് കിട്ടിയെങ്കിലേ പറ്റൂ. ഏതെങ്കിലും ഒരു വീഡിയോ ട്രെൻഡിങ് നമ്പർ 1ലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക്. അർജുൻ തന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് താൻ സർപ്രൈസ് ആയിട്ട് നാളെ ഒരു വീഡിയോ ഇടാൻ പോവുകയാണെന്ന്. അതെന്താണെന്ന് മീരയ്ക്ക് പോലും അറിയില്ല. മീരയോട് അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ അർജുനോട് കാര്യങ്ങൾ പറഞ്ഞുവെന്ന്. ഇല്ല, താൻ ഇതുവരെയും അർജുനോട് പറഞ്ഞില്ല, എത്രയും പെട്ടെന്ന് അവനോട് പറയണമെന്നാണ് മീര പറയുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഈ കാര്യം എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകാൻ ഇറങ്ങി വണ്ടിയിലേക്ക് കയറിയിരുന്ന അർജുന് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോൾ വരുന്നു. കോൾ എടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? ഒരാഴ്ച കൊണ്ട് ഒരുപാട് രൂപ സമ്പാദിക്കാമെന്ന്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഹോൺ 3 തവണ അമർത്താൻ പറയുന്നു. കുറച്ചുനേരം ഒന്ന് ആലോചിച്ചിട്ട് ഇതെന്തെങ്കിലും പ്രാങ്ക് ആയിരിക്കും എന്ന് കരുതിയിട്ട് അവൻ അത് ചെയ്യുന്നില്ല. തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. മീര അവിടേക്ക് വന്നു കഴിയുമ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഫ്രണ്ട്സിനോട് പറഞ്ഞല്ലോ നാളെ എന്തോ സർപ്രൈസ് ആയിട്ട് വീഡിയോ ഇടാൻ പോകുന്നെന്ന്, അതെന്താണെന്ന്. അവൻ 2 പേപ്പർ എടുത്ത് അവളെ കാണിക്കുന്നു. ഇത് നമ്മുടെ ഡിവോഴ്സ് പേപ്പേഴ്സ് ആണ്, ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാൻ പോകുന്നു. അവൾ അത് കേട്ട് ഞെട്ടി. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇത് ജസ്റ്റ് പ്രാങ്ക് ആണ്, നാളെ നമ്മൾ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടും. അപ്പോഴേക്കും ആ വീഡിയോ ട്രെൻഡിങ് ആവും. പിന്നീട് അങ്ങോട്ട് ഇതിനെപ്പറ്റിയുള്ള തർക്കങ്ങളും സംസാരവും അങ്ങനെ എല്ലാം ഓരോരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും. ഉറപ്പായിട്ടും ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണും. നമുക്ക് നല്ല വരുമാനവും കിട്ടും. ഒരു 2 മാസം ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇപ്പൊ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് ഒരുപാട് പേർ ക്യാഷ് ഉണ്ടാക്കുന്നത്. എന്നാൽ മീരയ്ക്ക് ഇത് കേട്ട് അധികം ഇഷ്ടപ്പെടുന്നില്ല. എത്രയൊക്കെയാണെങ്കിലും കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിവോഴ്സ് എന്നൊക്കെ പറയണമെന്ന് അവൾ ചോദിക്കുന്നു. ഇത് വെറും കണ്ടന്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് അവൻ പറയുന്നത്. മീര അർജുനെ അഗാധമായി പ്രണയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ആ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാകട്ടെ രാവിലെ തന്നെ അവന്റെ കൂട്ടുകാരെ വിളിച്ച് അവനോട് പറയുന്നുണ്ട്, നിന്റെ യൂട്യൂബ് ചാനലിന് എന്ത് പറ്റി, അത് ഡിലീറ്റ് ആയല്ലോ എന്ന്. ഞെട്ടിത്തെരിച്ച് അവൻ പോയി നോക്കുമ്പോൾ കാണുന്നത് തന്റെ ചാനൽ ഡിലീറ്റ് ആയിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ മീരയും വിളിച്ച് കാണിക്കുന്നു. അവരാകെ ടെൻഷനിലായി. ചാനൽ റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തുടങ്ങി. എങ്ങനെയാണെങ്കിൽ കുറച്ച് നാളെടുക്കും ഇത് റിക്കവർ ആയി കിട്ടാൻ. അതുവരെ എന്ത് ചെയ്യും? കാരണം ഇവരുടെ കയ്യിൽ വേറെ വരുമാനം ഒന്നുമില്ല. ഈ വീടിന്റെ ലോൺ അടയ്ക്കണം, കാറിന്റെ ലോൺ അടയ്ക്കണം, അങ്ങനെ ഒരുപാട് ക്യാഷിന്റെ ആവശ്യമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല, അതിൽ നിന്നും ഒരുപാട് വരുമാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. ചാനൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ വീഡിയോ ഇനി കാണണ്ടല്ലോ എന്ന് പറയുന്ന ഹേറ്റേഴ്സും ഉണ്ടായിരുന്നു. തൽക്കാലം അവർ പെട്ടെന്ന് തന്നെ ഒരു ന്യൂ ചാനൽ തുടങ്ങി. ഇനി മുതൽ വീഡിയോസ് ഇതിലാണ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഇൻട്രോ വീഡിയോ ഇടുന്നു. പതിയെ പതിയെ സബ്സ്ക്രൈബേഴ്സ് കയറി തുടങ്ങി. എന്നാലും നേരത്തെയുള്ള ചാനലിൽ 2 മില്യണിന് മേലെ ഉണ്ടായിരുന്നല്ലോ, അത്രയൊന്നും അധികം പെട്ടെന്നാകില്ല. അതുകൊണ്ട് ക്യാഷും അത്രയൊന്നും പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല. അതുമല്ല, പുതിയ ചാനൽ തുടങ്ങിയതോടുകൂടി ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ഹേറ്റേഴ്സിന്റെ കമന്റ് ആയിരുന്നു. നിങ്ങൾ വീണ്ടും വന്നോ, സ്വസ്ഥത ഉണ്ടായി എന്ന് കരുതിയതാ, എന്തിനാ വീണ്ടും ചാനൽ തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ആ നെഗറ്റിവിറ്റി എല്ലാം തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് മീര റൊമാൻറ്റിക് ആയിട്ട് ഒരു സോങ് ഒക്കെ പാടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുന്നു. അത് വൈറലായി. അവർക്ക് വീണ്ടും നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി തുടങ്ങി. എന്നാലും ഒരു 40K സബ്സ്ക്രൈബേഴ്സിന്റെ മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ പഴയ ചാനൽ തിരിച്ചു കിട്ടിയാലും വീണ്ടും പഴയ പോലെ വീഡിയോ ഇട്ട് റീച്ച് ആകാൻ കുറച്ച് ടൈം എടുക്കുമായിരുന്നു. പലിശക്കെടുത്ത ക്യാഷും ലോണും ഒക്കെ തിരിച്ചടയ്ക്കാനുള്ള ആ ഒരു ടെൻഷനിലായിരുന്നു അവർ. ആ ടൈമിൽ തന്നെ ഇവര് കാശ് കൊടുക്കാനുള്ള ആൾക്കാർ
ആൾക്കാർ അവിടെ കയറി വരികയും അവനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ ഒരാഴ്ച ടൈം ചോദിക്കുന്നുണ്ട്, അതിനുള്ളിൽ തരാമെന്ന് പറയുന്നു. അങ്ങനെയിരിക്കെ മീരയ്ക്കും ആ ഗെയിമറിന്റെ കോള് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? നല്ല ക്യാഷ് കിട്ടും. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ടൈമിനുള്ളിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീടിന്റെ പുറത്തേക്ക് വന്നിട്ട് കോളിംഗ് ബെല്ല് അമർത്താൻ പറയുന്നു. ഇതെന്ത് പ്രാങ്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ. എന്നാൽ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയതും അയാൾ കട്ട് ചെയ്തതെന്നും പറയുന്ന പോലെ കേൾക്കാനും പറയുന്നു. വീടിന്റെ പുറത്തേക്ക് വന്ന് ജസ്റ്റ് നിങ്ങളുടെ ഡോർ ബെല്ല് ഒന്ന് 3 തവണ പ്രസ് ചെയ്യുക. അവള് പറഞ്ഞ പോലെ ചെയ്യുന്നു. എന്നാൽ 5 മണിക്ക് താൻ വിളിക്കാം, നിങ്ങൾ ഗെയിമിലേക്ക് എൻ്റർ ആയി എന്നാണ് അയാൾ പറയുന്നത്. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അവൾ ഇത് വന്ന് അർജുനോട് പറയുന്നു. നീ എന്തിനാ അങ്ങനെയൊക്കെയുള്ള കോൾ അറ്റൻഡ് ചെയ്തത്? അയാൾ പറയുന്ന പോലെ കേട്ടതെന്നൊക്കെ അർജുൻ ചോദിക്കുന്നു. ആ കോള് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു, അതെന്തോ ജസ്റ്റ് പ്രാങ്ക് ആണ്. എന്നാൽ അവള് പറയുന്നു, ഇത് പ്രാങ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബെല്ല് റിങ് ചെയ്തതും നിങ്ങൾ ഗെയിമിലേക്ക് എൻ്റർ ആയി, നിങ്ങൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ അയച്ചു തന്നിരിക്കുന്നു. ഒരാളും വെറുതെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കില്ലല്ലോ. ഇത് കേട്ട് അർജുൻ പറയുന്നുണ്ട്, അത് ശരിയാ, തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, ആ ക്യാഷ് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്. എന്തായാലും 5 മണിക്ക് അയാൾ വിളിക്കുമല്ലോ, അപ്പൊ ബാക്കി കാര്യങ്ങൾ അറിയാം. അങ്ങനെ 5 മണിക്ക് അയാൾ വിളിക്കുമ്പോ അർജുൻ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നു. അയാൾ പറയുന്നുണ്ട്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഇതിൽ നടക്കുന്ന ഗെയിം എല്ലാം തന്നെ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഇത് ലീഗലും ആണ്. നിങ്ങൾ കളിക്കുന്ന ഈ ഗെയിമിന് ബെറ്റ് വെക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതനുസരിച്ചാണ് ഇതിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നത്. ഗെയിം കളിക്കാൻ നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിന്ന് കളിച്ചാൽ മതി. നിങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു മാസ്ക് ധരിച്ച വ്യക്തിയായിരുന്നു ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇവരുടെ വീടിന് ചുറ്റും ചെറിയ ഡ്രോണുകളും വരുന്നുണ്ട് ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ 2 കോടിയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. അത് കേട്ടതോടെ അവരുടെ 2 പേരുടെയും കണ്ണു തള്ളി. ക്യാഷിന് ഇത്ര ആവശ്യമുള്ള സമയത്ത് ഇങ്ങനൊരു ഗെയിമിൽ പങ്കെടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. എന്നാലും മീരയ്ക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ചെറിയൊരു ഗെയിമിന് വേണ്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് 2 കോടിയൊക്കെ തരണമെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ അർജുൻ പറയുന്നുണ്ട്, നമ്മൾ ആരെയും കൊല്ലാനൊന്നും അല്ലല്ലോ പോകുന്നത്, അതുകൊണ്ട് എന്തായാലും കളിച്ചു നോക്കാമെന്ന്. അവർ ഗെയിമിന് റെഡിയാണെന്ന് സമ്മതം കൊടുക്കുന്നു. അന്ന് രാത്രി തന്നെ ഈ ഗെയിമിന്റെ ആൾക്കാർ വന്നിട്ട് അവരുടെ വീട്ടില് CCTV ഇൻസ്റ്റാൾ ചെയ്യുകയും വീടിന് ചുറ്റുമായിട്ട് ഒരു യെല്ലോ ലൈനും ഒരു റെഡ് ലൈനും വരയ്ക്കുകയും ചെയ്യുന്നു. ആ റെഡ് ലൈന് പുറത്തു പോയി കഴിഞ്ഞാൽ അവര് ഗെയിമിൽ നിന്നും ഔട്ടാകും. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകട്ടെ ഗെയിം സ്റ്റാർട്ടായി. അവരെ ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മാസ്ക് മാൻ. അയാൾ ഇവർക്ക് മുന്നിലുള്ള ടിവിയിലൂടെയാണ് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗെയിമിന്റെ റൂളിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഈ ഗെയിം നിങ്ങൾ 2 പേരും മാത്രമേ കളിക്കൂ. ഗെയിം തീരുന്നിടം വരെ റെഡ് ലൈൻ വിട്ട് വീടിന് പുറത്തേക്ക് പോകാൻ പാടില്ല. വീടിനുള്ളിൽ തന്നെ ആയിരിക്കണം. ഇങ്ങനൊരു ഗെയിം നിങ്ങൾ കളിക്കുന്നുണ്ടെന്ന് നിങ്ങൾ 2 പേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാനേ പാടില്ല. ഈ ഗെയിം ക്വിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യണം. അതുവരെ നിങ്ങൾ എത്ര എമൗണ്ട് ജയിച്ചിട്ടുണ്ടോ അതും കൊണ്ട് നിങ്ങൾക്ക് പോകാം. പക്ഷെ അമർത്തുമ്പോൾ 2 പേരും ആ റെഡ് ബട്ടൺ അമർത്തണം. ഒരാൾ മാത്രമായിട്ട് ഈ ഗെയിം ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് പ്രൈസ് മണി കിട്ടില്ല. നിങ്ങൾ ഗെയിം അവസാനിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മുൻപിലായിട്ട് 3 ബോക്സസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 ബോക്സ് ഇനി വരാൻ പോകുന്ന ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മൂന്നാമത്തായിട്ട് ഒരു റെഡ് ബോക്സ് ഉണ്ട്. ആ റെഡ് ബോക്സിനും നടക്കാൻ പോകുന്ന ഗെയിമിനും വലിയ കണക്ഷൻ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ആ ഒരു റെഡ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ ഗെയിമിൽ ജയിച്ച എമൗണ്ടിൽ നിന്നും 50% നഷ്ടമാകും. കൂടാതെ ഒരു അലാം അടിക്കുകയും നിങ്ങൾ 2 പേർക്കിടയിൽ പ്രോബ്ലം വരികയും ചെയ്യും. എന്ത് പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 2 പേരെ സംബന്ധിക്കുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വരുമെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഇത് കേട്ട് അവർ ചിരിക്കുന്നു. ഞങ്ങൾക്കിടയിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ പറ്റി നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ പാസ്റ്റിനെ പറ്റിയോ അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ദിവസം ചെറിയ ചെറിയ ഗെയിംസ് ആയിരുന്നു. ബോൾ കൊണ്ടുപോയി ഇടുന്നതും റിംഗ് എറിഞ്ഞ് ലക്ഷ്യത്തിൽ എത്തിക്കുന്നതും അങ്ങനെ ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലത്തുള്ള ഗെയിംസ്. 2 പേരും ഒരുമിച്ച് ചെയ്യുന്നതും ഓരോരുത്തർ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഒക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അങ്ങനെ സ്റ്റേജ് 1 കംപ്ലീറ്റ് ആയി. അവർ 3 ലക്ഷം രൂപ ജയിച്ചു. കൂടാതെ ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ വ്യൂവേഴ്സ് ഇവർക്ക് ലൈക്കും കൊടുത്തു. 202 ലൈക്കായിരുന്നു ആദ്യത്തെ ദിവസം കിട്ടിയത്. ഓരോ ലൈക്കിനും 1000 രൂപ വെച്ച് ഇവർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പ്രൈസ് മണിയായ 3 ലക്ഷവും ലൈക്കിന്റെ കിട്ടിയ കാശായ 2,02,000 കൂട്ടി 5,02,000 ആദ്യത്തെ ദിവസത്തെ ക്യാഷ് ഇവർക്ക് കിട്ടുന്നത്. ഈ ആദ്യത്തെ ദിവസത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആകാൻ ഇനി ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടെന്ന് അയാൾ പറയുന്നു. നിങ്ങൾ 2 പേരും നിങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഓരോ റീൽ ഇടണം. 30 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ പബ്ലിഷ് ചെയ്ത് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ 2 പേരും ചേർന്നിട്ട് നിങ്ങളുടെ റീൽസിന് 50,000 ലൈക്സ് വാങ്ങിക്കണം. അതിൽ ഒരു ലൈക്കെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് നേടിയെടുത്ത ക്യാഷ് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്നും പോകും. അങ്ങനെ 2 പേരും തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. ഏത് തരത്തിലുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് പെട്ടെന്ന് കയറുമെന്ന് ആലോചിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ അർജുനാകട്ടെ പല വീഡിയോസും കണ്ടു നോക്കുന്നുണ്ട്. മീരയാകട്ടെ നേരെ അവളുടെ റൂമിലേക്ക് പോകുന്നു. അർജുൻ അപ്പോഴും ഇവിടെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ പെട്ടെന്ന് മീര റീല് പോസ്റ്റ് ചെയ്തു എന്നുള്ള നോട്ടിഫിക്കേഷൻ അവൻ കാണുന്നു. അത് കണ്ടതും അവന് ഇഷ്ടപ്പെട്ടില്ല. അവള് കുറച്ച് സെക്സി ആയിട്ടും വൾഗറായിട്ടുള്ള രീതിയിലുള്ള ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ഇട്ടത്. അതിനാകട്ടെ നല്ല ലൈക്സും കയറുന്നുണ്ട്. അവനും എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിട്ട് അവനാകട്ടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നിന്ന് സാഹസികമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നു. എന്നിട്ട് #റൂഫ് ടോപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അത് അപ്ലോഡ് ആക്കി. ഇതുപോലുള്ള ചലഞ്ചുകൾ ചെയ്തിട്ട് നിങ്ങളും വീഡിയോസ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചത്.
എന്നാൽ അത് വലിയ റീച്ചൊന്നും ആയില്ല, അധികം ലൈക്സും കിട്ടിയില്ല. അവന്റെ വീഡിയോ കണ്ടിട്ട് മീരയാകട്ടെ അവനെ വഴക്ക് പറയുന്നു. ലൈക്സിന് വേണ്ടിയിട്ട് നീ എന്തിനാ നിന്റെ ജീവൻ പണയം വെക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവനാകട്ടെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്നെ പോലെ തുണിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ലൈക്ക് തരാൻ ഞങ്ങൾക്ക് ആരുമില്ലാന്ന്. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആരെങ്കിലും ലൈക്ക് തരൂ. ഇപ്പൊ തന്നെ അവർക്കിടയിൽ ആ വീഡിയോന്റെ പേരിൽ ഇഷ്യൂ വരാൻ തുടങ്ങി. എന്താണെങ്കിലും 15 മിനിറ്റിനുള്ളിൽ അവർ 50,000 ലൈക്ക് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതിൽ ഭൂരിഭാഗം ലൈക്കും കിട്ടിയത് നമ്മുടെ മീരയുടെ വീഡിയോയ്ക്കായിരുന്നു. അവൻ ആകെ വളരെ തുച്ഛമായ ലൈക്കാണ് കിട്ടിയത്. അത് കാരണം തന്നെ അർജുന്റെ മനസ്സിൽ ഈഗോ കടന്നു വരാൻ തുടങ്ങി. പക്ഷെ ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തതോടെ അവർക്ക് ആ സ്റ്റേജിന്റെ പ്രൈസ് ആയ 2 ലക്ഷവും പിന്നെ ലൈക്സിന്റെ പ്രൈസ് ആയ 3,15,000 രൂപയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു 5 ലക്ഷത്തിന് മേലെ രൂപ കിട്ടി. അങ്ങനെ ടോട്ടൽ 10 ലക്ഷത്തിന് മേലെ രൂപ ഇവർ ഒരു ദിവസം കൊണ്ടുണ്ടാക്കി. എന്നാൽ വീഡിയോന്റെ പേരിൽ അവനിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് അവൾ അവനോട് പറയുന്നുണ്ട്, ഇതൊരു ഗെയിമാണ്, നമ്മളിപ്പോൾ ഈ ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒരു രീതിയിലും ബാധിക്കില്ല. അത് നീ എപ്പോഴും നിന്റെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഗെയിം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കപ്പിൾസ് ആണ്. ഗെയിമിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. അവൾ അങ്ങനെ പറഞ്ഞപ്പോ അവനും ഒന്ന് റിലാക്സ് ആയി. പക്ഷെ രാത്രിയിൽ ഇവർ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട്. റൂഫ് ടോപ്പ് ചലഞ്ചിന്റെ പേരിൽ ഏതോ ഒരു പയ്യനാകട്ടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇവന്റെ വീഡിയോ ഇട്ടതിന്റെ പേരിൽ ആൾക്കാർ ആ ഒരു ചലഞ്ച് അങ്ങ് ഏറ്റെടുത്തു. മീരിക്ക് ഒരു ഡൗട്ട് തോന്നുന്നു, നമ്മളിപ്പോ ഈസി ആയിട്ട് 10 ലക്ഷത്തിന് മേലെ രൂപ ജയിച്ചില്ലേ, അത് നമ്മുടെ കയ്യിൽ അവർ ഈസി ആയിട്ട് തരുമോ? അതൊക്കെ അപ്പൊ തന്നെ അവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാസ്ക് മാനോട് സംസാരിക്കുന്നു. ഇത് നിങ്ങളുടെ ക്യാഷ് തന്നെയാണെന്നാണ് പറയുന്നത്, പോയി പുറത്തേക്ക് നോക്കാൻ പറയുന്നു. അപ്പോഴേക്കും അവരുടെ ടീമിന്റെ അംഗങ്ങൾ വന്ന് അവിടെ ഒരു പെട്ടി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആ പെട്ടി ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്പർ ലോക്ക് ആണ്. ഏതൊക്കെ നമ്പർ അടിച്ചിട്ടും ലോക്ക് തുറക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ തനിക്ക് കിട്ടിയ ലൈക്സിന്റെ നമ്പർ അവൾ അടിച്ചു നോക്കുമ്പോഴാണ് ആ ലോക്ക് തുറക്കുന്നത്. അതിൽ നിറയെ ക്യാഷ് ആയിരുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസമായി ഈ ഗെയിമിലൂടെ ക്യാഷ് എന്തായാലും കിട്ടുമെന്ന്. ഇവിടെ അവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നത് തങ്ങൾക്ക് EMI അടിക്കാനുള്ള ക്യാഷ് എല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രണ്ടുപേരും ചേർന്നിട്ട് ആ റെഡ് ബട്ടൺ അമർത്തി ഈ ഒരു ഗെയിം നിർത്തണമെന്നായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആകട്ടെ ഇവരോട് ആ മാസ്മാൻ പറയുന്നുണ്ട് അവിടെയുള്ള ഒരു ബോക്സ് തുറന്നു നോക്കാൻ. അതിനുള്ള 2 ഇയർഫോൺസ് ആയിരുന്നു. ഇത് രണ്ടുപേരോടും ചെവിയിൽ വെക്കാൻ പറയുന്നു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഗെയിമിന്റെ തീം മ്യൂസിക്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്കായിരിക്കും ഒരു സമയം പ്ലേ ആകുന്നത്. അവരോടാണ് ഞാൻ ടാസ്ക് പറയുന്നത്. ആ ടാസ്ക് കറക്റ്റ് ടൈമിനുള്ളിൽ അയാൾ ചെയ്തു തീർക്കുകയും വേണം. നിങ്ങൾ ആർക്കാണോ ടാസ്ക് വരുന്നത് അത് മറ്റേ ആളോട് പറയാൻ പാടില്ല. ആംഗ്യത്തിലൂടെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എലിമിനേറ്റ് ആകും. അതുവരെ ജയിച്ച ക്യാഷും കിട്ടില്ല. ടാസ്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടാണ് ജയിച്ചത് ആരാണെന്നും എത്ര രൂപയാണ് ജയിച്ചതെന്നും ഞാൻ മൈക്കിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ മാത്രമേ രണ്ടാമത്തെ ആള് അത് അറിയുകയും ഉള്ളൂ. അങ്ങനെ ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിരുന്നു. അവൾ അടുത്തിരിക്കാൻ വരുമ്പോ കസേര മാറ്റുക, അവളെ താഴെ തള്ളിയിടുക, അങ്ങനെയൊക്കെയുള്ള ടാസ്കുകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ വീട്ടിലേക്ക് മീരയുടെ അമ്മ വരുന്നു. മീര പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ അവർക്ക് വേണ്ടിയിട്ട് കോഫിയും മറ്റും എടുത്തുകൊണ്ട് വരുന്നു. മീരയുടെ അമ്മ നിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നു. കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ ട്രീറ്റ്മെന്റിലായിരുന്നല്ലോ, അതൊക്കെ നന്നായിട്ട് പോകുന്നു എന്നാണ് അവൾ പറയുന്നത്. അതിനിടയ്ക്ക് അവളുടെ ചെവിയിൽ തീം മ്യൂസിക് പ്ലേ ആകാൻ തുടങ്ങി. അവൾക്ക് ഉടനെ തന്നെ ഒരു ടാസ്ക് കിട്ടാൻ പോകുന്നു. മാസ്ക്മാൻ അവളോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ 10 ലക്ഷത്തിൽ നിന്ന് ഒരു തുക നീ ബെറ്റ് വെക്കണം. ഏറ്റവും കുറഞ്ഞത് 3 ലക്ഷമെങ്കിലും വെക്കണം. അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും വെക്കാം. ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ തുകയുടെ ഇരട്ടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ആദ്യം ബെറ്റ് വെച്ചെങ്കിൽ മാത്രമേ ടാസ്ക് എന്താണെന്ന് പറയൂ. അവൾ മിനിമം തുകയായ 3 ലക്ഷം തന്നെ വെക്കുന്നു. ടാസ്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നാണ് അയാൾ ചോദിക്കുന്നത്. സാമ്പാർ സാദം എന്ന് അവൾ പറയുന്നു. നീ ആകെ ഇതേ ചെയ്യേണ്ടതുള്ളൂ, സാമ്പാർ സാദം ഉണ്ടാക്കി നിന്റെ അമ്മയെ കൊണ്ട് കഴിപ്പിക്കുക. ഇതാണ് നിന്റെ ടാസ്ക്. ഇത്രയും സിമ്പിൾ ടാസ്ക് ആണല്ലോ എന്ന് കരുതിയിട്ട് അവള് സാമ്പാർ സാദം ഉണ്ടാക്കാൻ ആരംഭിച്ചു. അമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാമ്പാർ സാദമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അത് കഴിച്ചിട്ടേ പോകാവൂ എന്ന്. പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ അർജുന് അടുത്ത ടാസ്ക് കിട്ടുന്നു. അവനോട് മാസ്ക്മാൻ എന്താണ് പറഞ്ഞതെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ടാസ്ക് കിട്ടിക്കഴിയുമ്പോ അവൻ വന്ന് മീരയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഇവിടെ അടുത്തൊരു ഷോപ്പില് ആഡി സെയിൽ നടക്കുന്നുണ്ട്, ഒരു സാരി എടുത്താൽ 3 സാരിയൊക്കെ ഫ്രീ കിട്ടുമെന്ന്. അത് കേട്ടതും അവര് പെട്ടെന്ന് എന്നാ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. 1 മണിക്കൂറിനുള്ളിൽ സെയിൽ തീരുമെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ അമ്മയെ കൊണ്ട് സാമ്പാർ സാദം കഴിപ്പിച്ചില്ലെങ്കിൽ ടാസ്കിൽ മീര തോൽക്കും. അർജുന്റെ ടാസ്ക് അമ്മ ഇവിടെ നിന്നും പുറത്തു കൊണ്ട് പോകുക എന്തായിരുന്നു. പക്ഷെ കുറച്ചുനേരം ആലോചിച്ചിട്ട് മീരയുടെ അമ്മ പറയുന്നുണ്ട്, ഞാൻ അടുത്തിടെ കുറച്ച് സാരി വാങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ സാരിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ തൽക്കാലം എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവളോട് പോയി വാങ്ങാൻ പറയാമെന്ന്. ഇതോടുകൂടി അർജുന്റെ പ്ലാൻ പൊളിഞ്ഞു. അർജുൻ അടുത്ത പ്ലാൻ ഇടുന്നു. അവൻ ആരെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ മീരയുടെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. മീരയുടെ അച്ഛന് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനോട് കൂടി അവർ മീരയോട് കാര്യം പറയുന്നു. എത്രയും പെട്ടെന്ന് അവർക്ക് അവിടേക്ക് പോകണം. മീരയ്ക്ക് മനസ്സിലായി താൻ ടാസ്കിൽ തോൽക്കുമെന്ന്. അവളെ സംബന്ധിച്ച് അമ്മയെ പിടിച്ച് നിർത്താനും പറ്റില്ല. അവള് പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറ്റി അമ്മയെ ഇരുത്തിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയാണ്. പക്ഷെ അപ്പോഴാണ് അവളൊരു കാര്യം ഓർക്കുന്നത്. ഒരാഴ്ചത്തെ ഗെയിം കംപ്ലീറ്റ് ആകാതെ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാ തുകയും നഷ്ടപ്പെടും, ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആവുകയും ചെയ്യും. അവള് അമ്മയുടെ കൂടെ വണ്ടിയിലേക്ക് കയറുന്നില്ല. പെട്ടെന്നൊരു ക്യാബ് വിളിച്ചിട്ട് അമ്മ അതിൽ കയറ്റിയാണ് വിടുന്നത്. താൻ അവിടെ എത്തിക്കോളാമെന്നൊക്കെ പറയുന്നു. അമ്മ തൽക്കാലം പോകാനാണ് പറയുന്നത്. തിരിച്ച് വീടിനുള്ളിലേക്ക് കയറിയ
കേട്ടതും ആ മാസ്ക് മാൻ പറയുന്നുണ്ട് ഈ ഗെയിമിൽ അർജുൻ വിജയിച്ചു എന്ന്. അത് കേട്ടതും മീര ഞെട്ടി. അവൻ 6 ലക്ഷമാണ് ജയിച്ചത്. പക്ഷെ കയ്യിലുണ്ടായിരുന്നതിൽ നിന്നും 3 ലക്ഷം പോയി. കാരണം മീര തോറ്റുപോയല്ലോ. മീര ഉണ്ടാക്കുന്ന സാമ്പാർ സാധം കഴിക്കാതെ അമ്മയെ വീടിന് പുറത്തു കൊണ്ടുപോകുക എന്നതായിരുന്നു അർജുന്റെ ടാസ്ക്. അതിനു വേണ്ടിയിട്ട് അവൻ ആദ്യം ശ്രമിച്ചെങ്കിൽ അത് ഫെയിലായി. രണ്ടാമത് അവൻ അവന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച് അച്ഛന് സുഖമല്ലാന്ന് പറയാൻ പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ അതുപോലെ ചെയ്യുകയും അത് കേട്ട് പേടിച്ച് അവന്റെ അമ്മ പുറത്തു പോവുകയും ചെയ്തു. എന്നാൽ മീരയ്ക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്നു. തന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ആ വാർത്ത കേട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെന്നാണ് അവൾ ചോദിക്കുന്നത്. ഒരു കാരണവശാലും ഗെയിമിന്റെ പേരിൽ നീ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ലായിരുന്നു എന്ന് അവൻ പറയുന്നു. പക്ഷെ താനല്ല തന്റെ കൂട്ടുകാരനല്ലേ അങ്ങനെ പറഞ്ഞെന്നാണ് അവൻ ചോദിക്കുന്നത്. അതിന്റെ പേരിൽ മീര നല്ല ദേഷ്യത്തിലായി. അവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവൾ അമ്മയെ വിളിക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് അച്ഛനൊരു പ്രശ്നമില്ല, ആരോ പറ്റിച്ചതാണെന്ന്. എന്നാലും അവളുടെ അമ്മ ആകെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. തമ്മിൽ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചെന്ന് തോന്നിയതും അർജുൻ പറയുന്നുണ്ട് നീ നേരത്തെ പറഞ്ഞ പോലെ ഹേർട്ടിൽ കൈവച്ച് നീ പറ, ഇതൊരു ഗെയിമാണ്, ഗെയിം തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലാന്ന്. എന്നാൽ മീരയ്ക്ക് ദേഷ്യം വരുന്നു. ഈ ട്രിക്കൊന്നും ഇനി വർക്കൗട്ട് ആകാൻ പോകുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. കുറച്ചു നേരം ആലോചിച്ചിട്ട് അർജുൻ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ക്ലവറാണ് ഈ ഗെയിം നടത്തുന്നവർ. നിന്നെ സംബന്ധിച്ച് അമ്മയെ പിടിച്ചു നിർത്തിയാൽ നീ ജയിക്കും, എന്നെ സംബന്ധിച്ച് അമ്മ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ ജയിക്കും. എന്നാൽ അവൾ പറയുന്നു ഗെയിമിലുള്ള ആൾക്കാർ ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷെ അതുപോലെ നമ്മളും ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു ലെവലിൽ എത്തിയിരിക്കുന്നു. ഇതൊരു ഗെയിം അല്ലേ എന്ന് അർജുൻ പറയുന്നു. എന്തൊക്കെയാണെങ്കിലും ഗെയിമിന് വേണ്ടിയിട്ട് ഇതുപോലെ മോശമായിട്ട് കള്ളത്തരം ഞാൻ പറയില്ല എന്നാണ് അവൾ പറയുന്നത്. എന്നെ നീ മോശമെന്ന് പറഞ്ഞില്ലേ, സ്വന്തം അച്ഛൻ ആക്സിഡന്റ് ആയി കിടക്കുന്നു പറഞ്ഞിട്ട് നീ ആ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് പോയില്ലല്ലോ, അപ്പൊ അത് മോശമല്ലേ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഒരു രീതിയിൽ അവൾ ചിന്തിച്ചപ്പോ താൻ കാണിച്ചതും ശരിയല്ലെന്ന് അവൾക്ക് തോന്നി. അതിന്റെ കൂടെ അർജുൻ പറയുന്നുണ്ട് എന്റെ അച്ഛൻ അങ്ങാനുമാണ് ഇങ്ങനെ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഗെയിമും ചിന്തിക്കില്ല റെഡ് ലൈനും ചിന്തിക്കില്ല, ഇറങ്ങി പോയേനെ എന്ന്. അതോടെ കേട്ടപ്പോ അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ പുറത്തിറങ്ങി പോകാൻ തുടങ്ങുന്നു. എന്നാൽ അർജുൻ പിറകിൽ പോയി അവളെ പിടിച്ചു നിർത്തി. എന്നിട്ട് ആ ഗെയിമറിന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് പറയുന്നുണ്ട് ഗെയിം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, എന്തിനാ വെറുതെ അമ്മയൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. എന്നാൽ ഗെയിമർ പറയുന്നു അതൊന്നും നമ്മളുടെ കയ്യിലല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമാണ് ഗെയിമേഴ്സ്. നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഈ ഗെയിമിന്റെ പാർട്ടാകും. പിന്നെ പുതിയ പുതിയ ടാസ്ക് അവരെയും കൂടെ ഉൾപ്പെടുത്തിയിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം ഓരോ ടൈം പോകുന്നതിനനുസരിച്ചാണ് റൂൾസ് മാറിക്കൊണ്ടിരിക്കുന്നത്. മീരയ്ക്ക് ഗെയിം കളിക്കാനൊക്കെ മൂടൊക്കെ പോയിരുന്നു. ആ ടൈമില് ഇവരുടെ ചാനലില് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അർജുന് വരുന്നു. അവൻ ഹാപ്പി ആയിട്ട് അവളോട് പറയാൻ ചെല്ലുമ്പോ അവള് തിരിച്ചു പറയുന്നത് ഈ ഗെയിം ഒന്നും നമുക്ക് വേണ്ട, എല്ലാവരും നമ്മുടെ ഇമോഷൻസ് വെച്ചാണ് കളിക്കാൻ പോകുന്നതെന്നാണ്. ഇപ്പൊ താൻ ചാനൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചിലപ്പോൾ ഗെയിമിൽ നിന്ന് പിന്നോട്ട് മാറുമെന്ന് ഉറപ്പായി തുടങ്ങിയപ്പോഴേക്കും അവൻ ചാനൽ തിരിച്ചു കിട്ടിയ കാര്യം അവളോട് പറയുന്നില്ല. ചാനൽ തൽക്കാലത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കുന്നു. ഗെയിമൊക്കെ ജയിച്ചു കഴിഞ്ഞ് ക്യാഷ് കിട്ടിക്കഴിഞ്ഞിട്ട് ചാനൽ തിരിച്ചു കിട്ടിയ കാര്യം പറയാമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നീട് കുറച്ചു കഴിയുമ്പോൾ മീരയ്ക്ക് അടുത്ത ടാസ്ക് കിട്ടുന്നു. ആദ്യം ക്യാഷ് ബെറ്റ് വെക്കണം. ആകെ 11 ലക്ഷത്തിന് മേലെയുണ്ട്. എത്ര ലക്ഷം രൂപ നീ ബെറ്റ് വെക്കുന്നു ചോദിക്കുമ്പോൾ അവൾ 10 ലക്ഷം വെക്കുന്നു. ടാസ്ക് പറഞ്ഞു കഴിയുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അവളുടെ യൂട്യൂബ് ചാനലില് ഒരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു, അതും പഴയ യൂട്യൂബ് ചാനലില്. അത് ഡിലീറ്റ് ആയി പോയെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ മാസ്ക് മാൻ നിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല പരത്ത് നടക്കുകയാണ്. പഴയ ചാനൽ പോയെങ്കിൽ പിന്നെ അതിലെങ്ങനെ വീഡിയോ ഇടും. അവൾ ആ ഗെയിം തോറ്റു. കുറച്ചു കഴിയുമ്പോൾ അവളുടെ 10 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഗെയിമർ അവിടെ അനൗൺസ് ചെയ്യുന്നു. ഇത് കേട്ട് അർജുൻ വന്ന് കാര്യം അന്വേഷിക്കുന്നു. നീ എന്തിനാ 10 ലക്ഷം രൂപ ബെറ്റ് വെച്ചെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവള് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ബെറ്റ് വെച്ചത്. പക്ഷെ പഴയ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇടാനാണ്, ആ ചാനൽ ഡിലീറ്റ് ആയി പോയില്ലേ. അത് കേട്ടതും അർജുൻ ഞെട്ടി. അവൻ പറയുന്നുണ്ട് ചാനൽ തിരിച്ചു കിട്ടിയെന്ന്. അത് ഞാൻ തൽക്കാലത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്തു വെച്ചതാണ്. ഞാനത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ ഗെയിം അവസാനിപ്പിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇത് കേട്ടതും മേരിക്ക് ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തേക്ക് വരുന്നു. ഇപ്പൊ ഈ 10 ലക്ഷം നഷ്ടപ്പെടാൻ കാരണം നീ മാത്രമാണ്. നീ ആ ചാനൽ കിട്ടിയ വിവരം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയേനെ. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷത്തിന്റെ ഇരട്ടി 20 ലക്ഷം നമുക്ക് കിട്ടിയേനെ. ഈ ഗെയിം അവസാനിപ്പിക്കുകയും ചെയ്യാമായിരുന്നു. എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വീണ്ടും വഴക്കിടുന്നു. ആ റൗണ്ടിൽ തോറ്റത് കാരണം അവർക്ക് കൊടുത്ത സ്യൂട്ട് കേസിലെ 10 ലക്ഷവും അവർ തിരിച്ചു കൊടുക്കണം. അത് വീടിന് പുറത്ത് തന്നെ വെച്ചേക്കാനാണ് പറയുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ എഴുന്നേറ്റ് ഫുഡും ഉണ്ടാക്കി സർപ്രൈസ് ആയിട്ടൊരു കേക്കും ഉണ്ടാക്കി അർജുന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അന്ന് അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ കൂടെ അവളാകട്ടെ കുറച്ച് ദിവസമായിട്ട് അവനോട് പറയണമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം കൂടി പറയുന്നു. താൻ പ്രഗ്നന്റ് ആണ്. ആ ന്യൂസ് കേട്ടതും അവൻ ഒരുപാട് ഹാപ്പിയായി. ഞാൻ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നിന്റെ മരിച്ചുപോയ അമ്മയുടെ ഒരു മാല എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതെനിക്ക് താന്ന് അവള് പറയുന്നു. അങ്ങനെ അവൻ ഓടിച്ചെന്ന് അതെടുത്ത് അവൾക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ മനസ്സിൽ പെട്ടെന്ന് ടാസ്കിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഇതെന്തെങ്കിലും തരത്തിലുള്ള ടാസ്ക് ആണോ എന്ന് അവൻ ചോദിക്കുന്നു. താൻ ഇങ്ങനൊരു കാര്യത്തിൽ ടാസ്കിന്റെ പേരിൽ കള്ളം പറയില്ല എന്ന് അവൾ പറയുന്നു. എന്നാലും അവന് ഡൗട്ട് ഉണ്ടായിരുന്നു. കറക്റ്റ് എന്റെ ജന്മദിനത്തിന്റെ അന്ന് തന്നെ നീ എങ്ങനെ പ്രഗ്നന്റ് ആയി? അത് കേട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ അറിഞ്ഞതാണ്. പക്ഷെ ഇന്നത്തെ സ്പെഷ്യൽ ഡേയിൽ ഇത് നിന്നോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുകയായിരുന്നു. പക്ഷെ നീ ഈ ടാസ്കിന്റെ പേരും പറഞ്ഞിട്ട് ഈ മൊമെന്റ് തന്നെ സ്പോയിൽ ചെയ്തു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവൾ പറഞ്ഞത് സത്യമാണെന്ന് അവന് തോന്നി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ മാല അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. അതിനുശേഷം കുറച്ചു നേരം കൂടി അവൻ ആ മൈക്കിന്റെ അടുത്തേക്ക് നോക്കി നിൽക്കുന്നു. ഇതെങ്ങാനും ടാസ്ക് ആണെങ്കിൽ
ആണെങ്കിൽ ഇപ്പോൾ ടാസ്ക് കംപ്ലീറ്റഡ് എന്ന് പറയുമല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ കേട്ടില്ല. അതിനർത്ഥം അവൾ ശരിക്കും പ്രഗ്നന്റ് ആണ്. അവൻ റിയൽ ആയിട്ട് ഹാപ്പി ആകാൻ തുടങ്ങിയത് അപ്പോഴാണ്. അർജുൻ ഇതിനിടയ്ക്ക് ഗെയിമറിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഗെയിം നടത്താനുള്ള ക്യാഷ് ഒക്കെ എവിടുന്നാ വരുന്നത്? വ്യൂവേഴ്സ് എന്തിനാ ഇത്രയും സില്ലി ഗെയിംസ് ഒക്കെ ഞങ്ങൾക്ക് തരുന്നതെന്ന്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും സില്ലി ഗെയിംസ് അല്ല. ഗെയിമിനിടയ്ക്ക് ഒരുപാട് ചലഞ്ചസ് വരും. കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് സിറ്റുവേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. അത് കണ്ട് എന്റർടൈൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിന്റെ പലയിടങ്ങളിലും ഉണ്ട്. ഒരുപാട് കാശുള്ള ആൾക്കാരാണ് ഇതെല്ലാം തന്നെ. അവർ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇതിൽ ബെറ്റ് വെക്കുന്നത്. അന്ന് രാത്രി മീരയാകട്ടെ കരഞ്ഞുകൊണ്ട് കാറിലിരിക്കുന്നത് അവൻ കാണുന്നു. പ്രഗ്നൻസിയുടെ കാര്യത്തിൽ അവൻ സംശയിച്ചതായിരുന്നു അവളുടെ വിഷമത്തിന് കാരണം. അവൻ സോറിയൊക്കെ വന്ന് പറയുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നുണ്ട്, പ്രണയത്തിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് നിനക്കറിയോ? അത് നമ്മളെ പോലെ പരസ്പരം നല്ലപോലെ മനസ്സിലാക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല. നമ്മൾ പരസ്പരം ഒരാളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ നമ്മൾ രണ്ടുപേരും നമ്മുടെ രണ്ടുപേരുടെയും എല്ലാ മോശ സ്വഭാവങ്ങളും എല്ലാ നല്ല സ്വഭാവങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രണയം തന്നെ അവസാനിച്ചു പോകും. ആദ്യത്തെ ഒരു ദിവസം മാത്രമേ നമ്മൾ ഇതിനെ ഗെയിമായിട്ട് കണ്ടുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒന്നും തന്നെ നമ്മളിതിനെ ഗെയിമായിട്ടല്ല കണ്ടത്. നമുക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഈ ഗെയിമിൽ ജയിച്ച 2 കോടി കാശ് കിട്ടുമായിരിക്കും, പക്ഷെ സമാധാനം ഉണ്ടാകില്ല. നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഗെയിമും എനിക്ക് ജയിക്കണ്ട. ഗെയിം എന്ന പേരിൽ ആരോ നമ്മളെ ഇമോഷണലി കൺട്രോൾ ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്കിനി ഗെയിം കളിക്കാൻ താല്പര്യമില്ല. അങ്ങനെയൊക്കെ അവള് പറയുന്ന കേട്ടപ്പോ കുറെ തവണ അവളെ കൺവിൻസ് ചെയ്യാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഉറപ്പിച്ചു പറയുന്നു തനിക്ക് താല്പര്യമില്ല എന്ന്. അവൾക്ക് വേണ്ടെങ്കിൽ തനിക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ആ ഗെയിം ക്വിറ്റ് ചെയ്യുന്നു. റെഡ് ബട്ടണിൽ അമർത്തി. പക്ഷേ ഗെയിം അവിടെ അവസാനിച്ചില്ല. അത് മീരയ്ക്ക് കിട്ടിയൊരു ടാസ്ക് ആയിരുന്നു. ഗെയിം ക്വിറ്റ് ചെയ്യാനുള്ള ബട്ടൺ അവനെ കൊണ്ട് അമർത്തിക്കുക എന്നുള്ളത്. അവനത് കേട്ട് ചിരിക്കുന്നുണ്ട്. പക്ഷേങ്കിലും അതിനു വേണ്ടിയിട്ട് ഇത്രയധികം ഇമോഷണൽ ആയിട്ട് ലവിനെ പറ്റി റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി അവൾ അഭിനയിച്ചത് അവൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. തന്റെ മുന്നിൽ കരഞ്ഞു കാണിച്ച് തന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവിടേക്ക് കൊണ്ട് എത്തിച്ചത് അവനെ നല്ല പോലെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ദേഷ്യത്തില് അവൻ അവിടെ നിന്നും പോയി. തന്നെക്കാളും വലുത് അവൾക്ക് ഗെയിമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് അവനൊരു ചെറിയ ടെസ്റ്റ് നടത്തുന്നു. ടാസ്ക് ഒന്നും അല്ലാതിരുന്നിട്ട് പോലും അവൻ വെറുതെ കുഴഞ്ഞു വീഴുന്നു. ഇത് കണ്ട് മീര ആകെ ടെൻഷനായി. അവള് പെട്ടെന്ന് അവനെയും താങ്ങിയെടുത്തുകൊണ്ട് കാറിലേക്ക് കയറി. നേരത്തെ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ അവളാകട്ടെ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ റെഡ് ലൈൻ കടന്നാൽ ഗെയിം അവസാനിക്കുമല്ലോ. ഇത്തവണ അവൾ അങ്ങനെ ചെയ്യുമോ എന്ന് അവൻ നോക്കിയായിരുന്നു. എന്നാൽ അവൾ അതൊന്നും ചിന്തിക്കാതെ കാറിന്റെ ചാവി എടുത്തുകൊണ്ട് വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അവൻ ബാക്കിൽ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇതെന്തെങ്കിലും ടാസ്ക് ആയിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് ടാസ്ക് അല്ല, നിനക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആയിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഗെയിം എല്ലാം മറന്നിട്ട് അവൾ അവനെ രക്ഷിക്കുമോ എന്നതായിരുന്നു അവൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ മീരയ്ക്ക് വിഷമം തോന്നിയിട്ട് അവൾ വന്ന് അവനോട് സംസാരിക്കുന്നു. നിന്നെ തോൽപ്പിച്ച് എനിക്കൊന്നും നേടാനില്ല. ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി എന്തും വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷെ മീരയോടുള്ള ദേഷ്യമൊന്നും അർജുന് മാറിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സിൽ ഈഗോ കിടക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ടാസ്ക് വരുന്നു. ഇനി വരാൻ പോകുന്ന ടാസ്കിന്റെ റിസൾട്ട് അപ്പം പറയില്ല എന്നും അവസാനമേ പറയൂ എന്നതുമായിരുന്നു ആ മാസ്ക് മാൻ പറയുന്നത്. എല്ലാ ആൾക്കാരെയും പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ പാസ്റ്റ് ആണ്. നിങ്ങൾക്ക് 2 പേർക്കും ചെറിയൊരു പസിൽ തരും. അത് സോൾവ് ചെയ്യാനുള്ള ആൻസർ നിങ്ങളുടെ പാസ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് 3 ലൈഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല പോലെ കളിക്കണം. പക്ഷെ ഇവരെ സംബന്ധിച്ച് അധികം ടെൻഷൻ ഇല്ല. 2 പേർക്കും അവരവരുടെ പാസ്റ്റ് അറിയാം. മീരയ്ക്ക് ആദ്യം ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയ ശേഷം കുറച്ചു നാള് അവള് ഡിപ്രഷനിലായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത കാര്യങ്ങള് അർജുൻ അറിയാം. എന്നാൽ മീര ഈ ഒരു ഗെയിമിന് റെഡിയല്ല എന്നാണ് പറയുന്നത്. തനിക്കൊന്ന് ആലോചിക്കണം. ഇത് തന്റെ പാസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ അത് കേട്ടപ്പോൾ അർജുന് ഡൗട്ട് തോന്നാൻ തുടങ്ങി. അവളെ കുറിച്ച് തനിക്ക് എല്ലാം അറിയാം. ഇനിയും മറ്റെന്തെങ്കിലും അവൾ മറച്ചു വെക്കുന്നുണ്ടോ എന്തായിരുന്നു അവന്റെ ഡൗട്ട്. രാത്രി മുഴുവൻ അവളിരുന്ന് ആലോചിക്കുകയാണ്. കൂട്ടത്തിൽ ആ മാസ്ക് മാൻ അവളോട് ചെവിയിൽ സംസാരിക്കുന്നുണ്ട്. തന്റെ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾ പറയുന്നു. താൻ ഒരാളെ പ്രണയിച്ചിരുന്നു. വരുൺ എന്നാണ് അവന്റെ പേര്. വിവാഹം കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു താൻ. പക്ഷേ ഒരു ദിവസം തനിക്ക് വലിയൊരു ദ്രോഹം ചെയ്തിട്ട് അവൻ തന്നിൽ നിന്നും ഒരുപാട് ദൂരേക്ക് പോയി. അത് കാരണം താൻ ഒരുപാട് സഫർ ചെയ്തു. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ എടുത്തു. ആ ഡിപ്രഷനിൽ നിന്ന് ഞാൻ ഈ കാണുന്ന നിലയിലേക്ക് എത്താൻ തന്നെ കാരണം അർജുനാണ്. അവന്റെ സ്നേഹമാണ്. അവന് വേണ്ടിയിട്ട് ഞാൻ എന്തും വിട്ടുകൊടുക്കും. അവനല്ലാതെ മറ്റൊന്നും എനിക്ക് ഇമ്പോർട്ടന്റ് അല്ല. അത്രയധികം അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുനാകട്ടെ ഇവിടെ ആകെ കൺഫ്യൂഷനിലാണ്. അവൾ തന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിനെ പറ്റിയുള്ള ഗെയിം കളിക്കുന്ന കാര്യം പറയുമ്പോൾ അവൾ ഇത്രയും ടെൻഷൻ ആകില്ലായിരുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ മിസ്റ്ററി ബോക്സ് തുറന്നാൽ മതിയെന്ന് അവന് മനസ്സിലായി. കാരണം ഒരു റെഡ് ബോക്സിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടിയ തുകയിലെ 50% പോകും. ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്തോ ഒരു കാര്യമാണ് അതിനുള്ളിലുള്ളത്. രണ്ടും കൽപ്പിച്ച് അർജുനാകട്ടെ ആ ബോക്സ് തുറക്കുന്നു. അലാറം ശക്തിയായിട്ട് അടിക്കാനും തുടങ്ങി. അത് കേട്ടുകൊണ്ട് മീര അവിടേക്ക് വരുന്നു. ദേഷ്യത്തില് അവള് പോയിട്ട് ആ ഗ്രീൻ ലൈറ്റ് അമർത്തുന്നു. ഞാൻ ഈ ഗെയിം കളിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. കാരണം നിനക്കറിയേണ്ടത് എന്റെ പാസ്റ്റിനെ പറ്റിയാണ്. എന്താണെങ്കിലും നമുക്ക് ഈ ഗെയിമിലൂടെ അറിയാം. അങ്ങനെ 2 പേർക്കും 2 ടാസ്ക് കിട്ടി. അർജുനോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. മീര എന്ത് ഹെൽത്ത് പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ടാണ് ട്രീറ്റ്മെന്റ് എടുത്തതെന്ന്. 4 ഓപ്ഷൻ ഉണ്ട്. വൈറൽ ഫീവർ, മെന്റൽ സ്ട്രെസ്, സിവിയർ
മെലാങ്കോളിക്ക് നൺ ഓഫ് ദ എബോവ്. അതുപോലെ മീരയ്ക്ക് കിട്ടിയത് കുറെ ഗ്രൂപ്പ് ഫോട്ടോസിൽ നിന്നും ഏത് ഫോട്ടോയിലാണ് അർജുൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിരുന്നു. ഒരുപാട് പഴയ ഫോട്ടോസ് ആയിരുന്നു അതെല്ലാം തന്നെ. അതിൽ അർജുൻ എന്ന് തോന്നിക്കുന്ന ഒരു ഫോട്ടോ മീര സെലക്ട് ചെയ്യുന്നു, പക്ഷെ അത് തെറ്റായിരുന്നു. അതുപോലെ തന്നെ അർജുൻ സെലക്ട് ചെയ്ത മീരയുടെ അസുഖം മെന്റൽ സ്ട്രെസ് എന്നുള്ളതും തെറ്റായിരുന്നു. നൺ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആയ ആൻസർ. അവൾ ആ 3 കാര്യത്തിനുമല്ല ട്രീറ്റ്മെന്റ് എടുത്തത്, മറ്റെന്തിനുമാണ്. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും അവൾ ട്രീറ്റ്മെന്റ് എടുത്തതെന്ന് അവൻ ചിന്തിക്കുന്നു. വരുണുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷമുള്ള അവളുടെ സ്ട്രെസ് മാറ്റാനാണ് അവൾ ട്രീറ്റ്മെന്റ് എടുത്തതെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അതറിയാൻ വേണ്ടിയിട്ട് അവനാകട്ടെ മീരയുടെ കൂട്ടുകാരെ എല്ലാം തന്നെ വിളിക്കുന്നു. എന്നിട്ട് മീര തന്നോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതൊക്കെ ആലോചിച്ചിട്ട് അവൾ ഒരുപാട് വിഷമത്തിലാണ്. നിന്നോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ, ഏത് ഹോസ്പിറ്റലായിരുന്നു അവൾ ട്രീറ്റ്മെന്റ് എടുത്തത് എന്നൊക്കെ ചോദിക്കുന്നു. 1-2 കൂട്ടുകാർക്ക് അതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കൂട്ടുകാരി പറയുന്നുണ്ട്, കുറച്ച് നാളായിട്ട് നിന്നോടത് പറയണമെന്ന് അവൾ വിചാരിച്ചിരിക്കുകയായിരുന്നു, ഒടുവിൽ പറഞ്ഞല്ലേന്ന്. എന്ത് കാര്യമാണെന്ന് ഇവനും അറിയില്ല. പക്ഷെ ആ പെൺകുട്ടിയുടെ വായിൽ നിന്നും അതെന്താണെന്ന് അവൻ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. ഏത് ഡോക്ടറെ കണ്ടത്, ഏത് ഹോസ്പിറ്റലാ പോയത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ വായിൽ നിന്നും അവൻ അറിയുന്നുണ്ട് ഇവൾ അബോർഷൻ ചെയ്യാനാണ് പോയതെന്ന്. വരുണുമായിട്ട് ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് മീര പ്രഗ്നന്റ് ആയിരുന്നു. അവൻ അവളെ ചതിച്ചതോടുകൂടി അവൾക്ക് അബോർഷൻ ചെയ്യേണ്ടി വന്നു. അതായിരുന്നു അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ ട്രോമ. ഇത് കേട്ട് ശരിക്കും അർജുൻ ഞെട്ടിപ്പോയി. അവൻ ഈ ഒരു കാര്യം അറിയുകയില്ലായിരുന്നു. ഇവിടെ മീര വീണ്ടും അർജുന്റെ ഫോട്ടോ തേടിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തില് അവള് കണ്ടുപിടിക്കുന്നുണ്ട് അവളുടെ എക്സ് ആയിട്ടുള്ള വരുൺ പഠിച്ചിരുന്ന അതേ കോളേജിൽ തന്നെയാണ് അർജുനും പഠിച്ചിരുന്നതെന്ന്. അതവള് ഫോട്ടോയിൽ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയതും കറക്റ്റ് അവൾക്ക് തന്റെ ഫ്രണ്ടിന്റെ കോള് വരുന്നു, അർജുനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിനെ പറ്റി. അതോടെ മീര ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. താൻ പറയുന്നതിന് മുമ്പേ അർജുൻ സത്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അവൾ അർജുന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ ആകെ ദേഷ്യത്തിലായിരുന്നു. ഇത്രയും കാലമായിട്ട് തന്നോട് ഇതൊക്കെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് ചോദിക്കുന്നു. വരുണിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു, അബോർഷന്റെ കാര്യം മാത്രം പറഞ്ഞില്ല. എന്താണെങ്കിലും അത് നീ എന്നോട് തുറന്ന് പറയേണ്ടതായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഇത്രയും കാലം നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് കാരണം തന്നെ നീ ആദ്യം ചെയ്ത ആ അബോർഷനാണ്. അതൊക്കെ പറഞ്ഞ ദേഷ്യത്തില് അവൻ അവിടെ നിന്നും പോയി. മീര ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. അവള് പിന്നീട് ബാത്ടബിൽ അങ്ങനെ കിടക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ അവന്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറിയിട്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട, എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തില് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു പോയതാ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവന്റെ മനസ്സിൽ വരുന്നുണ്ട് നീ ഇതെന്നോട് പറയണമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് പതിയെ അവളെ ബാത്ടബിലേക്ക് അവൻ മുക്കി താഴ്ത്തുന്നു. കുറച്ചു നേരത്തേക്ക് അവൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയോ അതിന് പുറത്തേക്ക് കടക്കുന്നു. ഇത് ടാസ്ക് ആണോ അതോ നീ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് പറയാൻ അവൻ അനുവാദമില്ലായിരുന്നു. ടാസ്ക് ആണെന്നും അവൻ പറയുന്നില്ല, താൻ ഈ ദേഷ്യത്തിൽ ചെയ്തതാണെന്നും പറയുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ടാസ്കിന്റെ റിസൾട്ട് അവസാനമേ വരൂ. അതുകൊണ്ട് സത്യം എന്താണെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലാകില്ല. അവൻ അവളോട് റിലാക്സ് ആയിട്ടിരിക്കാൻ പറയുന്നു. നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഗെയിം തീർത്തിട്ട് പുറത്തു കടക്കാം, അത്രയുള്ള. മാനസികമായിട്ട് അവൾ അത്രയ്ക്ക് തകർന്നിട്ടുണ്ടായിരുന്നു. ഒരുതരം വട്ടാകുന്ന അവസ്ഥയിലാണ് അവൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. കറക്റ്റ് ആ സമയത്ത് തന്നെ അവർക്ക് അടുത്ത ടാസ്ക് വരുന്നു. ഇവർ ഇതിനു മുൻപ് റൊമാൻറ്റിക് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു സോങ് ഇല്ലേ, അത് വീണ്ടും ഒന്നുകൂടി പാടി അഭിനയിക്കണം, അതിന്റെ ഒരു വീഡിയോ എടുക്കണം. പക്ഷെ ഇപ്പൊ ഇവർ നിൽക്കുന്ന ഈ ഒരു ഇമോഷണൽ മൊമെന്റില് അവളെ കൊണ്ട് അത്ര റൊമാൻറ്റിക് ആയിട്ട് പാടാനോ അത് ആക്ട് ചെയ്യാനോ കഴിയില്ലായിരുന്നു. ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട് അർജുൻ അവളോട് പാട്, നീ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. തനിക്ക് ആ ഫീല് വരുന്നില്ല, തന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ടാസ്കിനുള്ള ടൈം കഴിഞ്ഞു. അവളെ കൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, തന്നെ കൊണ്ട് അഭിനയിക്കാൻ പറ്റിയില്ല എന്നാണ് അവൾ പറയുന്നത്. ഇത്രയും ദിവസം നീ അഭിനയിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരുന്നത്, എന്തുകൊണ്ട് നിനക്കിപ്പോ പറ്റിയില്ല എന്ന് അവൻ ദേഷ്യത്തിൽ ചോദിക്കുന്നു. രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈ ഗെയിമിൽ ആരും ജയിച്ചില്ല, ഇവർ രണ്ടുപേരും തോറ്റു. അത് കാരണം ഈ ഗെയിം ഇവിടെ അവസാനിക്കുകയാണെന്നും നിങ്ങൾക്ക് 1 രൂപ പോലും ക്യാഷ് ആയിട്ട് കിട്ടില്ല എന്നും ആ മാസ്ക് മാൻ പറയുന്നു. രണ്ടുപേരും ഗെയിമിൽ നിന്ന് എലിമിനേറ്റ് ആയി. അവരായിട്ട് കിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ നേടിയ ക്യാഷെങ്കിലും കിട്ടിയേനെ. ഇതിപ്പോ എലിമിനേറ്റ് ആയത് കാരണം ഒന്നും കിട്ടിയില്ല. പാർട്ടബിലേക്ക് ഇവനെന്നെ തള്ളിയിട്ടത് ടാസ്ക് ആയിരുന്നു എന്ന് മീര ചോദിച്ചെങ്കിലും ആ മാസ്ക് മാൻ ചിരിച്ചുകൊണ്ട് സൈൻ ഓഫ് പറയുകയാണ് ചെയ്തത്. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ ഇവർ ഹാപ്പി ആയിരുന്നില്ല. രണ്ടുപേരും പരസ്പരം അധികമൊന്നും മിണ്ടുന്നില്ല. താനിനി ഇവിടെ നിൽക്കാത്തതാ നല്ലതെന്ന് അവൾക്ക് തോന്നി. അവൾ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് താൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുന്നു. പക്ഷെ അവള് പോകാൻ നേരത്ത് ആ പലിശക്കാര് കയറി വരികയും അവരെ വീണ്ടും പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നീ തരാമെന്ന് പറഞ്ഞ ക്യാഷ് തരാത്ത കാരണം നിന്റെ ചാനലില് നിന്റെ ഭാര്യയുടെ തന്നെ കുറച്ച് വീഡിയോസ് ഇട്ട് നമുക്ക് കാശുണ്ടാക്കാമെന്നാണ് അയാൾ പറയുന്നത്. അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതും ദേഷ്യം വന്ന അർജുനാകട്ടെ അവരെ എല്ലാവരെയും അടിച്ചിട്ടിട്ട് അവളെ രക്ഷിക്കുന്നു. തൽക്കാലം കാശിന് പകരം എന്റെ കാറ് കൊണ്ടുപോയിക്കൊള്ളാനാണ് അവൻ പറയുന്നത്. ആ സംഭവത്തോടെ അവൾ തൽക്കാലം അവിടെ നിന്ന് പോകണ്ടെന്ന് വിചാരിക്കുന്നു. അവർ പരസ്പരം വീണ്ടും പഴയ പോലെ ആകാൻ ശ്രമിക്കുകയാണ്. എന്നാലും അവളാകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട് ബാത്ടബിൽ നടന്നത് ടാസ്ക് ആയിരുന്നു അല്ലയോ എന്ന്. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ കോളിംഗ് ബെല്ല് ആരോ വന്നടിക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോ അവന്റെ ഒരു കസിൻ ആയിരുന്നു. അരുൾ എന്നാണ് അയാളുടെ പേര്. നേരത്തെ വലിയ ബിസിനസ്മാൻ ആയിരുന്ന അയാളെ ആകട്ടെ ഒരാൾ ചതിച്ചത് കാരണം ഇപ്പോൾ ഒരുപാട് ലോസിലാണ് അയാളുള്ളത്. അയാളുടെ മകൾക്ക് ഹാർട്ടിന് ഇഷ്യൂ ഉണ്ട്. അവൾ ഹോസ്പിറ്റലാണ്. സർജറി നടത്തിയില്ലെങ്കിൽ അവൾ മരിച്ചു പോകും. അതിന് 20 ലക്ഷം രൂപ വേണം. ഇയാളുടെ കയ്യിൽ ഒരു ഡയമണ്ട് നെക്ലസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും 20 ലക്ഷം രൂപ ലഭിക്കും. പക്ഷെ ഇയാൾക്ക് ഇത് പുറത്തുപോയി വിൽക്കാനൊന്നും പറ്റില്ല. കാരണം ഇയാളെ തേടി ഒരുപാട് ആൾക്കാർ നടപ്പുണ്ട്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തവരായ
ആയിരുന്നു അതെല്ലാം തന്നെ. തൽക്കാലം ഇത് നീ വെച്ചിട്ട് തനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു 20 ലക്ഷം രൂപ ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് അർജുനോട് അയാൾ ചോദിക്കുന്നു. എന്നാൽ തന്റെ കയ്യിൽ കാശൊന്നുമില്ല എന്നാണ് അർജുൻ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ അവർ പറഞ്ഞു വിടുന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അർജുന് വീണ്ടും ആ ഗെയിമറിന്റെ കോള് വരുന്നു. ഗെയിമിന്റെ സീസൺ 2 തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് വീണ്ടും റീജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോന്നാണ് ചോദിക്കുന്നത്. കാശിന്റെ ആവശ്യമുള്ളത് കാരണം അവൻ പറയുന്നുണ്ട് തനിക്ക് താല്പര്യമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴുള്ള ആ വ്യക്തിയെ നിങ്ങൾ പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്, അയാളെ കുറച്ചു നേരം ഇവിടെ പിടിച്ചു നിർത്തണം. 2 ദിവസം അയാളെ നിങ്ങളുടെ വീട്ടിൽ നിർത്തുകയാണെങ്കിൽ 2 കോടി രൂപ നിങ്ങൾക്ക് കിട്ടും. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഓടിച്ചെന്ന് അരുളിനെ പിടിച്ചു നിർത്തുന്നു. എന്റെ ഒരു കൂട്ടുകാരൻ ഈ മാല വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, 20 ലക്ഷം രൂപ എന്തായാലും കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ അവൻ ഇങ്ങോട്ട് വരാൻ ഒരു 2 ദിവസം ടൈം എടുക്കും, അതുവരെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ക്യാഷ് റെഡിയാക്കാം. അത് കേട്ടതും അരുൾ ആകെ ഹാപ്പിയായി, കാരണം തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇതാണല്ലോ ഏക വഴി. അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ അരുൾ തീരുമാനിച്ചു. അയാൾ റൂമിലേക്ക് കടന്നതും അർജുൻ മീരയോട് ആ ഗെയിമിനെ പറ്റി പറയുന്നു. അപ്പോഴേക്കും ആ ഗെയിമറും അവരോട് സംസാരിക്കുന്നുണ്ട്. അരുളിനോട് ഗെയിമിനെ പറ്റി പറയരുതെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. അർജുൻ മീരയോട് പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പ്രശ്നത്തില, അതിന്റെ കൂടെ അരുളും വന്നു പെട്ടിരിക്കുന്നു. അയാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ ഈ ഒരു വഴിയുള്ളൂ. 2 ദിവസത്തേക്ക് അയാളെ പിടിച്ചു നിർത്തിയാൽ പോരെ. 2 ദിവസം കഴിയുമ്പോൾ 2 കോടി രൂപ കിട്ടും. അയാളുടെ മകളുടെ ചികിത്സയും നടക്കും. ഓൾറെഡി നമ്മൾ ഈ ഗെയിമിന്റെ വൃത്തികെട്ട വേർഷനും കണ്ടതാണ്. അതുകൊണ്ട് ഇനി നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ഗെയിമറിന് പറ്റില്ല. ഇത് നമ്മൾ നല്ല പോലെ കളിച്ചു ജയിക്കും. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ അർജുൻ അടുത്ത ടാസ്ക് കിട്ടുന്നു, അരുളിനെ കരയിക്കുക. എന്തെങ്കിലും പറഞ്ഞ് അവൻ ഇമോഷണൽ ആവുകയും കരയുകയും വേണം. അങ്ങനെ അർജുൻ അയാളുടെ അടുത്ത് പോയി അയാളുടെ ലോസിനെ പറ്റിയും മകളുടെ അസുഖത്തിനെ പറ്റി എല്ലാം തന്നെ സംസാരിക്കുന്നു. എന്നിട്ടും അയാൾ ഇങ്ങനെ കരയാതെ നിൽക്കുകയാണ്. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവനാകട്ടെ അയാളുടെ അമ്മയെ ഫോൺ ചെയ്ത് അയാളുടെ മകളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. മകളുടെ അവസ്ഥയും വിഷമവും എല്ലാം കണ്ടു കഴിയുമ്പോൾ അരുളിന്റെ കണ്ണ് നിറയുന്നുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ കണ്ട് അർജുന്റെ പോലും കണ്ണ് നിറഞ്ഞു. ചെവിയിലിരുന്നു കൊണ്ട് ഗെയിമർ പറയുന്നുണ്ട്, നീ നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന്. ആ ഗെയിം ജയിച്ചിട്ട് അവന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അരുളിന്റെ മകളുടെ അവസ്ഥ അത്രയധികം ഗുരുതരമാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു മീരയ്ക്കും. പക്ഷെ ഗെയിം ജയിച്ചാൽ ഉടനെ തന്നെ ആ കുട്ടിയുടെ ചികിത്സ നടത്തണമെന്നതായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മീരയുടെ ചെവിയിൽ ആ ഗെയിമർ അടുത്ത ടാസ്ക് പറഞ്ഞു കൊടുക്കുന്നു. അരുളിന്റെ കയ്യിലുള്ള ആ മാല കൊണ്ടുപോയി ടെറസിന്റെ മുകളിൽ ഒളിപ്പിച്ചു വെക്കണം. അവൾ അതുപോലെ ചെയ്തു. കുറെ കഴിയുമ്പോൾ അർജുന് ടാസ്ക് കൊടുക്കുന്നു. ആ മാലയ്ക്ക് പകരമായിട്ട് നേരത്തെ ഗെയിമിന്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ച ആ ചെറിയ ബോക്സ് മാല ഇരിക്കുന്ന ആ ബാഗിനുള്ളിൽ വെച്ചിട്ട് മാല അവിടെ നിന്ന് മാറ്റണം. അർജുനും ആ ടാസ്ക് ചെയ്തു. പിറ്റേന്ന് രാവിലെ ആ ഗെയിമർ ഇവർക്ക് കൊടുക്കുന്ന ചലഞ്ച് കാരണം അരുണിനെ വശീകരിക്കുക എന്തായിരുന്നു ആ ടാസ്ക്. അത് ചെയ്യേണ്ടത് മീരയാണ്. താൻ ഒരിക്കലും ചെയ്യില്ല എന്ന് അവൾ പറയുന്നു. അരുളിന്റെ അടുത്ത് പോയി അങ്ങനെ വേഷമൊക്കെ ധരിച്ച് അയാളെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനോ അയാളെ തൊടാനോ ഒന്നും തന്നെ കൊണ്ട് പറ്റില്ല. അത് കേട്ടപ്പോൾ അർജുനൻ ദേഷ്യം വന്നെങ്കിലും ആ ഗെയിമിന് വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ അവൻ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നും അർജുന്റെ ഫോണിലേക്ക് കോള് വരുന്നു. അരുൾ നേരത്തെ ഇതിൽ നിന്നല്ലേ വിളിച്ചത്, കുട്ടിക്ക് സീരിയസ് ആണ്, അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുന്നു. അങ്ങനെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുമെന്ന് അവർക്കറിയാം. അവർ ഗെയിമിൽ തോൽക്കും. അതുകൊണ്ട് തൽക്കാലം ഫോൺ കൊടുക്കുന്നില്ല. അരുൾ ക്യാഷുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ആ കുട്ടിയുടെ ജീവനെ രക്ഷിക്കണം, ഈ ഗെയിമും ജയിക്കണമെങ്കിൽ നീ അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തെങ്കിലേ പറ്റൂ. അരുളിനെ വശീകരിക്ക്. വേറെ വഴിയില്ലാതെ മീരയ്ക്ക് അതിന് ഓക്കെ പറയേണ്ടി വരുന്നു. അവളോട് സാരി എടുത്തിട്ട് വരാനാണ് അർജുൻ പറയുന്നത്. ഗെയിം അവസാനിക്കാൻ 2 മണിക്കൂറും 40 മിനിറ്റും മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ അരുളിനെ വശീകരിക്കണം. ആ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗെയിമിൽ നിന്ന് ഫ്രീ ആണ്. 2 കോടി രൂപയും കിട്ടും. കൂടാതെ ഗെയിം തീരുന്ന ഈ ടൈമിനുള്ളിൽ ഒരു കാരണവശാലും അരുളിന്റെ ബാഗ് അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പാടില്ല. അതും പോരാഞ്ഞിട്ട് ആ ടൈമിനുള്ളിൽ ഔട്ട് ഗോയിങ് കാളൊന്നും തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്നും പോകാനും പാടില്ല. അങ്ങനെ കണ്ടീഷൻ എല്ലാം ഓക്കെ പറഞ്ഞു. മീര റെഡിയാകാൻ പോയി. മീരയ്ക്ക് ഈസി ആയിട്ട് അരുളിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അർജുൻ അരുളിന് മദ്യം കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അർജുൻ അരുളിനെ ശ്രദ്ധിക്കാൻ പാകത്തില് ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. മീര ഇതൊന്നും അറിയുന്നില്ല. അയാളുടെ വൈഫ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലാന്നൊക്കെയാണ് അരുൾ പറയുന്നത്. അരുളിനെ ആശ്വസിപ്പിക്കാനുള്ള രീതിയിൽ അയാളുടെ കയ്യിൽ തൊടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ കുറച്ച് വീടായിട്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അരുൾ അവളോട് റൂമിലേക്ക് പോകാൻ പറയുന്നു. എന്നാൽ അവൾ കേൾക്കുന്നില്ല. അരുൾ വിചാരിക്കുന്ന പോലെയല്ല അർജുനും എനിക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അർജുനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന അർജുന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഗെയിമിന് വേണ്ടിയിട്ട് അവൻ അതെല്ലാം പിടിച്ചു നിർത്തുന്നു. പക്ഷെ ഇവളുടെ ഈ ഒരു സംസാരത്തിൽ അരുൾ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അയാൾ പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോയി. ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ അവൾ റൂമിലേക്ക് പോകുന്നു. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും അർജുനെ പറ്റി കുറ്റങ്ങൾ പറയുന്നു. അവൾ അടുത്തേക്ക് വരും തോറും അരുളിന്റെ ഉള്ളിലും ചെറിയ ഫീലിംഗ്സ് വരാൻ തോന്നി. അവളുടെ ശരീരത്തിലേക്കും അവളുടെ ചുണ്ടിലേക്കും ഒക്കെ അരുളിന്റെ കണ്ണുകൾ പോകുന്നു. പെട്ടെന്ന് ഗെയിമർ അവളോട് പറയുന്നുണ്ട്, നീ നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അവന് നിന്നോട് ആ ഫീലിംഗ്സ് തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. ടാസ്ക് കംപ്ലീറ്റ് ആയതും അവൾ പെട്ടെന്ന് അവിടെ നിന്നും തിരിച്ചുപോയി. എന്നാൽ പോകുന്നതിന് മുമ്പ് അരുളിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വളരെയധികം ജെന്യുവൻ ആയിട്ടും ജെന്റിലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. കാരണം ഇത്രയും നേരം അവൾ ഓരോന്ന് പറഞ്ഞു നിന്നെങ്കിലും അവൻ ഒരു രീതിയിലും മോശമായിട്ട് അവളോട് സംസാരിച്ചില്ല. അവളെ ഒഴിവാക്കാനാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അർജുനാകട്ടെ പുറത്തുനിന്നതെല്ലാം കേട്ട് ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. എന്നെക്കാളും നല്ല വ്യക്തി അരുളാണല്ലേ, നീ അവനിൽ നല്ല ഇംപ്രസ് ആയിട്ടുണ്ടല്ലേ, ഞാൻ എല്ലാം കേട്ടു. എന്നാൽ ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമല്ലേ, 2.5 മണിക്കൂറും കൂടെ അല്ലേ ഇനിയുള്ളൂ, എങ്ങനെ
എങ്ങനെയെങ്കിലും നീ ഒന്ന് പിടിച്ചു നിൽക്കാനാണ് അവള് പറയുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും അവള് റൂമിലേക്ക് കയറിപ്പോയതിനെ പറ്റിയും അരുളിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അർജുൻ ചൂടാവുകയായിരുന്നു. ദേഷ്യം വന്ന മീര അവനോട് വഴക്കുണ്ടാക്കുന്നു. അരുളിനെ വശീകരിക്കാൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് നീയാ, പിന്നെ നീ എന്തിനാ എന്നോട് ചൂടാകുന്നത്? എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അരുൾ അവിടേക്ക് വരികയാണ്. മീരയെ റൂമിലേക്ക് നീ എന്തിനാ പറഞ്ഞു വിട്ടേന്ന് അർജുനോട് ചോദിക്കുന്നു. അർജുൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഗെയിമിനെ പറ്റി അയാളോട് പറയാനും പറ്റില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ മോശമായിട്ട് നടക്കുന്നുണ്ടെന്ന് അരുളിന് മനസ്സിലായി. നിങ്ങൾ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് എന്റെ ബാഗ് എടുക്ക്, ഞാൻ ഇവിടെ നിന്ന് പോകുക. എന്നാൽ ഇപ്പൊ പോകരുതെന്ന് പറഞ്ഞിട്ട് ഇവർ പിടിച്ചു നിർത്തുകയാണ്. എനിക്ക് ഒന്നും അറിയണ്ട, ബാഗ് എനിക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞിട്ട് അരുൾ ബഹളം ഉണ്ടാക്കുന്നു. ദേഷ്യം വന്ന് അർജുൻ അയാളുടെ മുഖത്തടിക്കുന്നു. നീ എന്തിനാ അയാളെ അടിച്ചു എന്ന് മീര ചോദിക്കുന്നു. അയാളെ അടിച്ചപ്പോ നിനക്ക് വേദിച്ചു എന്നാണ് മീരയോട് അവൻ ചോദിക്കുന്നത്. അരുളിനെയും മീരയും പറ്റി മോശമായിട്ട് അർജുൻ പറയാൻ തുടങ്ങി. എന്നാൽ ദേഷ്യം വന്ന അരുള് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആ വരുണിട്ട് നീ കൊടുത്ത പണി എന്നെ കൊണ്ട് ചെയ്യിച്ചതല്ലേ? എന്നിട്ടിപ്പോ നീ എന്നെ അടിച്ചിട്ട് എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. നീയാണ് ഏറ്റവും വലിയ വൃത്തികെട്ടവനെന്ന് അരുള് പറയുന്നു. അർജുൻ ആകെ ഷോക്കായി. കാരണം ചില കാര്യങ്ങൾ അവൻ മീരയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. അരുൾ എന്താണ് പറയുന്നതെന്ന് മീര ചോദിക്കുന്നു. അപ്പോഴാണ് ചില സത്യങ്ങൾ അരുള് പറയുന്നത്. മീരയും വരുണും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വരുണിനെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഒരു ലോഡ്ജിൽ നിന്നും പോലീസ് പൊക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇഷ്യൂ ഒക്കെ കാരണമാണ് വരുൺ ഇവിടെ നിന്ന് പോയത്. വരുൺ തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് മീരയ്ക്ക് മനസ്സിലാവുകയും പിന്നീട് അവൾ അബോഷനിലേക്ക് കടക്കുകയും ചെയ്തത് ആ ഇഷ്യൂ കാരണമാണ്. പക്ഷേ വരുണിനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അർജുനാണെന്ന് അരുള് പറയുന്നു. അന്ന് രാത്രി ആ പെൺകുട്ടിയെ അവന്റെ കൂടെ പറഞ്ഞു വിട്ടതും അർജുൻ തന്നെയാണ്. എന്നിട്ട് പോലീസിനെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചതും അർജുൻ തന്നെയാണ്. ഇതിനെല്ലാം ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അർജുന് ഓൾറെഡി മീരയെ ഇഷ്ടമായിരുന്നു. വരുണുമായിട്ട് അവൾ റിലേഷൻഷിപ്പിലായത് അർജുന് ഇഷ്ടപ്പെട്ടില്ല. അവരെ തമ്മിൽ പിരിച്ചിട്ട് ഇവളുടെ ലൈഫിലേക്ക് കടന്നു വരാനാണ് അർജുൻ ഇതെല്ലാം ചെയ്തത്. ഇത് കേട്ട് മീര ആകെ തകർന്നുപോയി. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നുണ്ടായിരുന്നു. അർജുന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അരുൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അയാൾ ഹോസ്പിറ്റലിൽ എത്തണമെന്നാണ് അയാളുടെ അമ്മ പറയുന്നത്. തന്റെ ബാഗ് എടുക്ക, തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അരുൾ ബഹളം ഉണ്ടാക്കുന്നു. ബാഗ് മുകളിലുണ്ടെന്ന് മീര പറയുന്നു. അയാൾ മുകളിലേക്ക് ഓടിപ്പോയി. എന്നാൽ അയാൾ ബാഗും കൊണ്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾ ഗെയിമിൽ തോക്കുമെന്നാണ് അർജുൻ പറയുന്നത്. ഒരു കാരണവശാലും അയാളെ ബാഗ് എടുക്കാൻ സമ്മതിക്കരുത്. അവൻ ചെല്ലുമ്പോഴേക്കും അയാൾ ബാഗ് കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ അർജുന് കൊടുത്ത ടാസ്ക് പ്രകാരം ആ ബാഗിൽ നിന്ന് മാല ഓൾറെഡി അർജുൻ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. പകരം വെച്ച ബോക്സ് ആണ് അതിലുള്ളത്. ആ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ശരിക്കും അരുൾ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ തോക്കായിരുന്നു. അയാൾ മീരയുടെ അർജുന്റെ നേരെ ചൂണ്ടുന്നു. തനിക്ക് തന്റെ മാല തിരിച്ചതാ, തനിക്ക് പോകണമെന്ന് പറയുന്നു. കുറച്ച് നിമിഷം കൂടി വെയിറ്റ് ചെയ്യുന്നാണ് അർജുൻ പറയുന്നത്. ഒരു നിമിഷം പോലും തനിക്ക് കളയാനില്ല എന്ന് അയാളും പറയുന്നു. എന്നാൽ ഒരു രീതിയിലും അർജുൻ പറയുന്നുണ്ടായിരുന്നില്ല ആ മാല എവിടെയാണെന്ന്. ഒടുവിൽ സഹികെട്ട് അയാൾ രണ്ടുപേരുടെയും തോക്ക് ചൂണ്ടി നിന്നിട്ടും ഇവർ ഒന്നും പറയാത്ത കാരണം സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കാൻ തുടങ്ങിയാണ്. തന്റെ മകളുടെ വീഡിയോയും കണ്ടുകൊണ്ട് അയാൾ സ്വയം ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. മരിക്കാനുള്ള ആ അവസരം നഷ്ടപ്പെട്ട കാരണം അയാൾ ബാക്കിലേക്ക് എടുത്ത് ചാടുകയാണ്. താഴേക്ക് വീണ് അയാൾ ആകട്ടെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. ഇവർ രണ്ടുപേരും ഓടി ചെല്ലുന്നുണ്ട്. പക്ഷെ ഓൾറെഡി തന്നെ കുറച്ചു മുൻപ് മാസ്ക്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ നിങ്ങളുടെ യെല്ലോ ലൈൻ ആണ് റെഡ് ലൈൻ, അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല എന്ന്. അത് കാരണം അവർക്ക് അരുളിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഗെയിം തീരാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ഇവർക്ക് ആംബുലൻസിനെ പോലും വിളിക്കാൻ പറ്റില്ല. ഔട്ട് ഗോയിങ് കോൾ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് 6 മണിയാകാൻ ഇവർ നോക്കി നിൽക്കുകയാണ്. ഗെയിം തീരും. അപ്പൊ തന്നെ ആംബുലൻസ് വിളിക്കണം. പക്ഷെ അങ്ങനെ നോക്കി നിന്ന് അരുൾ മരിക്കുന്നു. അപ്പോഴാണ് കാണിക്കുന്നത് അരുളിന്റെ ചെവിയിൽ നിന്നും ഇവരുടെ കയ്യിലുള്ള പോലെ ഒരു ചെറിയ ഇയർഫോൺ താഴേക്ക് വീഴുന്നത്. അതിനർത്ഥം അരുളും ഒരു ഗെയിമിലായിരുന്നു. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ലോസിൽ നിന്ന് അരുളിനും ഈ ഒരു ഗെയിമറിന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഗെയിം കളിച്ചാൽ ഇത്ര കോടി രൂപ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഗെയിം കളിക്കാൻ ആരംഭിക്കുന്നു. അയാളും വൈഫും ചേർന്നിട്ട് കളിക്കുകയായിരുന്ന ആ ഗെയിമിലാകട്ടെ ശ്വാസം പിടിച്ചു നിർത്തുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. പക്ഷെ ആ കളിക്കിടെ ഇയാളുടെ വൈഫ് മരിച്ചു പോകുന്നു. ആ ടൈമില് ഈ ഗെയിമർ നിങ്ങളുടെ 3 ഫ്രണ്ട്സിന്റെ പേര് പറയാനാണ് പറയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞ 3 പേരിൽ ഒരാൾ അർജുനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ബോക്സിലുള്ള മാലയുമായിട്ട് നിങ്ങൾ അർജുന്റെ അടുത്തേക്ക് പോയിട്ട് അതവന് കൊടുത്തിട്ട് അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ അരുളിനോട് ഗെയിമർ പറയുന്നു. അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അരുൾ ഇവിടേക്ക് വന്നത്. അത് കൊടുത്ത് അർജുന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുക എന്തായിരുന്നു അയാളുടെ ടാസ്ക്. കാശ് കിട്ടാത്ത കാരണം അയാൾ ഗെയിമിൽ തോറ്റെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നും പോകാൻ നേരത്താണ് അർജുന് ഗെയിമർ അടുത്ത ടാസ്ക് കൊടുത്തത്. അതായത് അരുളിനെ അവിടെ നിന്നും പോകാതെ വിടുക. അങ്ങനെ കാശ് കൊടുക്കാമെന്ന് അർജുൻ പറഞ്ഞതോടുകൂടി അരുൾ ആ ഒരു ടാസ്കിൽ ജയിച്ചു. അതുപോലെ അർജുനും ജയിച്ചു. അയാളെ അവിടെ നിന്നും അവൻ പോകാതെ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയല്ലോ. ഇതിനിടയ്ക്ക് അർജുനും മീരയ്ക്കും ഒക്കെ കിട്ടിയ ടാസ്കുകൾ ഉണ്ടായിരുന്നു. മീരയാകട്ടെ ഇയാളെ സെഡ്യൂസ് ചെയ്യുന്ന ടാസ്ക് കഴിഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് കിട്ടിയ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:55 ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുക എന്തായിരുന്നു. പോകുന്നതിന് മുമ്പ് അർജുന്റെ കയ്യിൽ നിന്ന് ആ ഡയമണ്ട് നെക്ലസും വാങ്ങണം. അങ്ങനെ ബാഗ് വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരുമായിട്ട് ഈ വഴക്കുണ്ടായതും ബാഗ് മുകളിലാണെന്ന് പറഞ്ഞതും. 5:55 ഇയാൾക്ക് ബാഗുമായിട്ട് പുറത്തു പോയെങ്കിലേ കാശ് കിട്ടുകയുമുള്ളൂ, തന്റെ മകളെ രക്ഷിക്കാനും പറ്റൂ. ഇത് രണ്ടും നടന്നില്ല. അത് കാരണമാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. കാരണം ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ആ ഗെയിമർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഗെയിമിൽ തോറ്റുവെന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പോലീസ്
പോലീസ് വരികയും ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതാണ്. അരുളിന്റേത് ഒരു ആത്മഹത്യ ആയതുകൊണ്ട് തന്നെ അർജുന്റെയോ മീരയുടെ പേരിൽ കേസ് വന്നില്ല. 6 മണി വരെ ഗെയിമർ പറഞ്ഞ റൂളെല്ലാം പാലിച്ചത് കാരണം അർജുനും മീരയും ഗെയിമിൽ ജയിച്ചു. അവർക്ക് ഒരുപാട് ക്യാഷും കിട്ടി. പക്ഷെ അവർ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. അരുളിന്റെ മകൾക്കുള്ള ചികിത്സയ്ക്കുള്ള പണം അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ലൈഫിൽ തങ്ങളെ പറ്റിയുള്ള പാസ്റ്റിലെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാൻ പറ്റാതെയായി. ഒരു പ്രാങ്കിന് വേണ്ടി തയ്യാറാക്കിയ ആ ഡിവോഴ്സ് പേപ്പേഴ്സിൽ അവർ റിയൽ ആയിട്ട് സൈൻ ചെയ്തു. തങ്ങളുടെ ഡിവോഴ്സ് പ്രാങ്ക് ട്രെൻഡിംഗിൽ നമ്പർ 1 ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവരുടെ ആ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥ ഡിവോഴ്സ് ആണ് ട്രെൻഡിങ്ങിലായത്. അവിടെ മീരയുടെ അർജുന്റെ കഥ അവസാനിക്കുന്നു. പക്ഷെ പിന്നീട് കാണിക്കുന്നത് മറ്റൊരു വ്യക്തിക്കും ഇതുപോലെ പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഒരു കോള് വരികയും ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതുമാണ്. ഈ ഗെയിമുകൾ എങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.